രണ്ട് എഞ്ചിനോട് ചേർന്നിരിക്കേണ്ട ഭാഗം 2 ഹോളുള്ള ഭാഗമായിരിക്കും. ഒരു സൈഡ് 1 ഹോളും ഒരു സൈഡ് 2 ഹോളും ഉണ്ട്. 2 ഹോളുള്ള ഭാഗമായിരിക്കണം അങ്ങോട്ട് പോകണ്ടേ. എന്നിട്ട് നോക്കണം കട്ടി കുറഞ്ഞ ഭാഗം ഏതാണ്. ഇപ്പം ഞാൻ 2 ബ്ലേഡ് ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ഏതാണ് സാർ ഒരു മിനിറ്റ് കാണുന്നത്. ഈ 2 ഞാനിപ്പോൾ പറഞ്ഞ ഇതിനാണ് ഈ 2 ബ്ലേഡിൻ്റെയും കണ്ടോ 2ൻ്റെയും എഞ്ചിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന 2 ഹോൾ ഇവിടെ വന്ന്. പിന്നെ നമ്മൾ നോക്കേണ്ട കട്ടി കുറഞ്ഞ ഭാഗമാണ്. ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗത്തിന് മുമ്പോട്ടാണ് കട്ടി പറഞ്ഞത്. പക്ഷെ ഇതിനുണ്ട് പുറമോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് മനസ്സിലാക്കണം ഇതാണ് ഈ സൈഡിലേന്നുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് അപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്തെ സൈഡ് ആയിക്കോളൂ. അങ്ങനെ ഒരു സൈഡിൽ മാത്രം മനസ്സിലാക്കാം. എപ്പോഴും നോക്കണം 2 ഹോളായിരിക്കണം പോകണ്ടേ. എന്നിട്ട് ഇതിനെ അകത്ത് തന്നെ ഇടണേ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് 2 കയറി കിടക്കണം. സത്യത്തിൽ ഇത്രയും ഫ്രീ അതുണ്ടോ മണ്ണ് ഇരിക്കുമ്പോൾ ഉള്ള ഇതേ ഉള്ളൂ. നമ്മളതിനെ തട്ടി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് പൊക്കോളൂ. ശേഷം മുമ്പേ പറഞ്ഞോട്ട് തന്നെ 2 ഹോളുള്ള ഭാഗം അകത്തോട്ട് വയ്ക്കുന്ന രീതിയിൽ എടുത്തു. എന്നിട്ട് ക്ലിപ്പ് കിട്ടണം. അത് സ്വിച്ച് ഓൺ ആക്കി എന്നിട്ട് അങ്ങനെ തന്നെ വരിക ഇങ്ങോട്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. വേണേൽ പിന്നെ എന്തെങ്കിലും വെച്ചൊന്ന് ഇത് ചെയ്ത് വെച്ചിട്ടാൽ മതി. കെട്ടി വെക്കുകയെല്ലാം ചെയ്തില്ലേ. ശേഷം ഇതിപ്പോൾ അങ്ങനെ ലോക്കലാണ്. അല്ലാതെ വിടുക എന്ന് പറഞ്ഞത് കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ പോകും. അതെ ഇത് വെച്ച് ലോക്ക് ചെയ്ത് ശേഷം ഇത് ആക്സിലേറ്റർ ഫുള്ളാക്കണം. അത്രേ വരത്തുള്ളൂ. അതെ പിന്നെ ന്യൂട്രലാണെന്നുള്ളത് നോക്കണം. നേരെ അത് മേപ്പോട്ട് നിൽക്കുന്നതാണ്. നേരെ വെട്ടിക്കലി ആ ചെറിയ ലിവർ നിൽക്കുന്നതാണ് ന്യൂട്രലാന്ന് മനസ്സിലാവുന്നത്. എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പുറമോട്ട് ബലത്തെ ഒന്ന് പിടിച്ച് നോക്കുക. പക്ഷെ ആ കമ്പി പൊക്കിയിട്ട് കണ്ടോ ഉരുളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഗിയറിലല്ലാത്തതുകൊണ്ടാണ്. ഗിയറിലാണെന്നുണ്ടെങ്കിൽ സാറെ ക്ലച്ചൊന്ന് പിടിച്ച് നീ ഒന്ന് പിടിച്ച് നോക്കി നമുക്ക് ആ ഒരു ബലം അതുണ്ട് ഫീൽ ചെയ്യാൻ. ന്യൂട്രലായി നേരെ മുന്നിൽ പോയിട്ട് ആ ചോക്ക് ഇട്ട് കൈയോടെ പിടിക്കരുത്, അപ്പുറത്ത് പിടിക്കണം. ചോക്ക് ആ വൈറ്റ് കളറിലെ ചോക്കിനെ ഇട്ടിട്ടുണ്ട് വലിക്കുക. വലിക്കുമ്പോൾ അത് പുറത്തോട്ട് വലിക്കണം. ഇവിടെ കൈ ഇടിക്കാതെ ശ്രദ്ധിച്ചോണം. ഈ സാധനത്തിൽ അങ്ങ് വലിക്കുക. സാറേ അങ്ങനെ വലിക്കല്ലേ. സാറ് വലിക്കുന്ന ആളെയാണെന്ന് സാറെ നോക്കണം. നമ്മൾ സാറിപ്പം ഇതിന് പടയെന്ന് പറഞ്ഞ വലിക്കുക. അങ്ങനെ വലിക്കണം. നമ്മൾ ചീനി വീഴുമ്പോൾ ഒരു രീതി അറിയാം. ബലത്തെ ഇച്ചിരി പിടിച്ചിങ്ങ് എടുക്കുന്നത് സെയിം രീതിയാണ്. സാർ ഒന്നുകൂടെ വലിച്ചു ഓണാക്കി. ഇനിയിപ്പോൾ ചോക്ക് ഇടണ്ട. അതെയോ ഇനി ചോക്ക് ഇട്ടേ. ഇനി എപ്പോഴും വലിച്ച് കിട്ടിയില്ലെങ്കിൽ മാത്രം ചോക്ക് ഇടുക. എന്നിട്ട് സ്റ്റാർട്ട് ആക്കുക. എന്നിട്ട്